കൊടുങ്ങല്ലൂർ താലൂക്ക് മണൽവാരൽ വിപണന സഹകരണ സംഘത്തിലെ ക്രമക്കേട്. ഡയറക്ടർമാരിൽ നിന്ന് 29,68,316 രൂപ 98 പൈസ ഈടാക്കാൻ ഉത്തരവ്. വരന്തരപ്പള്ളി കുട്ടോലിപ്പാടത്ത് കുടിവെള്ള പൈപ്പ് പൊട്ടി റോഡിൽ ഗർത്തം രൂപപ്പെട്ടു. റോഡ് ഇടിഞ്ഞത് ഒരു സ്കൂൾ ബസ് കടന്നുപോയതിന് തൊട്ടു പിന്നാലെ. വൃദ്ധസദനത്തിലെ കുടിവെള്ളം മുടക്കി വാട്ടർ അതോറിറ്റി. കൊടുങ്ങല്ലൂരിലെ ആശ്രയം അഗതി മന്ദിരത്തിലെ കുടിവെള്ള കണക്ഷനാണ് വാട്ടർ അതോറിറ്റി മുന്നറിയിപ്പില്ലാതെ വിച്ഛേദിച്ചത്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. കൊടുങ്ങല്ലൂർ താലൂക്ക് മണൽവാരൽ വിപണന സഹകരണ സംഘത്തിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഡയറക്ടർമാരിൽ നിന്ന് 29,68,316 രൂപ 98 പൈസ ഈടാക്കാൻ ഉത്തരവ്. കൊടുങ്ങല്ലൂർ കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്ന താലൂക്ക് മണൽവാരൽ വിപണന സഹകരണ സംഘത്തിലെ വ്യാപകമായ ക്രമക്കേട് നടന്നതായി ആരോപണം ഉയർന്നിരുന്നു. കോൺഗ്രസ് ഭരിച്ചിരുന്ന സഹകരണ സംഘം സാമ്പത്തിക ക്രമക്കേടുകളുടെ പേരിൽ പിരിച്ചുവിടുകയും വിജിലൻസ് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിരുന്നു. വിജിലൻസ് അന്വേഷണ റിപ്പോർട്ടിന്മേൽ സഹകരണ വകുപ്പ് നടത്തിയ തുടരന്വേഷണത്തിനൊടുവിലാണ് ഭരണസമിതി അംഗങ്ങളിൽ നിന്നും പണം ഈടാക്കാൻ ജോയിന്റ് രജിസ്ട്രാർ ഉത്തരവിട്ടത്. നിലവിൽ NCP സംസ്ഥാന സെക്രട്ടറിയായ വേണു വെണ്ണറ, കോൺഗ്രസ് കൊടുങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റ് PV രമണൻ, VS സിദ്ധാർത്ഥൻ എന്നിവർ 5,83,183 രൂപ 93 പൈസ വീതവും, രേണുക പ്രദീപ്, സുജിത്ത മോൾ, OP സതീശൻ, ഫെമിന ഷെഫീഖ്, PR ഗോപാലൻ, PK നിസാർ എന്നിവർ 9,089 രൂപ 22 പൈസ വീതവും സർക്കാരിലേക്ക് അയക്കണമെന്നാണ് സഹകരണ വകുപ്പ് നിർദ്ദേശിച്ചിട്ടുള്ളത്. വിഷയം സംബന്ധിച്ചുള്ള ഹിയറിംഗ് ഈ മാസം 24-ന് നടക്കും. കൊടുങ്ങല്ലൂർ കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്ന താലൂക്ക് മണൽവാരൽ വിപണന സഹകരണ സംഘത്തിൽ വ്യാപകമായ ക്രമക്കേട് നടന്നതായി ആരോപണമുയർന്നിരുന്നു. ഇതേ തുടർന്ന് OP സതീശൻ, ഫെമിന ഷെഫീഖ്, PR ഗോപാലൻ, PK നിസാർ എന്നീ ഭരണസമിതി അംഗങ്ങൾ സ്ഥാനം രാജിവെക്കുകയുണ്ടായി. കണക്കുകൾ കൈകാര്യം ചെയ്യുന്നതിലും പണമിടപാടിലും രേഖകൾ സൂക്ഷിക്കുന്നതിലും ഗുരുതരമായ വീഴ്ച സംഭവിച്ചതായി അന്വേഷണത്തിൽ തെളിഞ്ഞ സാഹചര്യത്തിലാണ് ഭരണസമിതി അംഗങ്ങളായിരുന്നവരിൽ നിന്നും പണം ഈടാക്കാൻ സഹകരണ വകുപ്പ് തീരുമാനിച്ചത്. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. വരന്തരപ്പള്ളി കുട്ടോലിപ്പാടത്ത് കുടിവെള്ള പൈപ്പ് പൊട്ടി റോഡിൽ ഗർത്തം രൂപപ്പെട്ടു. കുട്ടോലിപ്പാടത്തെ പാലത്തിന് സമീപം വരന്തരപ്പള്ളി പാലപ്പള്ളി റോഡിലാണ് വലിയ ഗർത്തം രൂപപ്പെട്ടത്. ഒരു സ്കൂൾ ബസ് കടന്നുപോയതിന് തൊട്ടു പിന്നാലെയാണ് റോഡ് ഇടിഞ്ഞത്. റോഡിനടിയിലെ പൈപ്പ് പൊട്ടി വെള്ളം ശക്തിയായി പുറത്തേക്ക് തള്ളിയതാണ് റോഡ് തകരാൻ കാരണമായത്. മണ്ണ് ഒലിച്ചുപോയതോടെ ടാർ ചെയ്ത ഭാഗം ഇടിഞ്ഞു വീഴുകയായിരുന്നു. തിങ്കളാഴ്ച ഉച്ചയോടെയാണ് സംഭവം. ഒരു സ്കൂൾ ബസ് കടന്നുപോയതിന് തൊട്ടു പിന്നാലെയാണ് റോഡ് ഇടിഞ്ഞത്. സ്വകാര്യ ബസ്സുകളും സ്കൂൾ വാഹനങ്ങളും ഉൾപ്പെടെ 100 കണക്കിന് വാഹനങ്ങൾ പോകുന്ന പ്രധാന റോഡാണിത്. റോഡിന്റെ അടിത്തട്ടിൽ എത്രമാത്രം ഇടിഞ്ഞു പോയിട്ടുണ്ടെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ റോഡ് കൂടുതൽ ഇടിയുമോ എന്ന ആശങ്കയും നാട്ടുകാർക്കുണ്ട്. ആഴ്ചകളായി പൈപ്പ് പൊട്ടിക്കിടക്കുന്നത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. പഞ്ചായത്ത് അധികൃതരും പോലീസും സ്ഥലത്തെത്തി വാട്ടർ അതോറിറ്റിയെ വിവരമറിയിച്ചു. ഗർത്തം രൂപപ്പെട്ട ഭാഗം നാട്ടുകാർ ചേർന്ന് താൽക്കാലികമായി മറച്ചുവെച്ചിരിക്കുകയാണ്. ഇവിടേക്കുള്ള കുടിവെള്ള വിതരണം നിർത്തിവെച്ചു. മീഡിയ ടൈം, വരന്തരപ്പള്ളി. സുരക്ഷിത മത്സ്യബന്ധന രീതികൾ അവലംബിക്കുന്നതിന് അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷന്റെ നേതൃത്വത്തിൽ മത്സ്യത്തൊഴിലാളികൾക്ക് കടൽ സുരക്ഷാ ബോധവൽക്കരണ ക്ലാസ് നടത്തി. കടലിൽ അപകടങ്ങളുണ്ടായാൽ എങ്ങനെ നേരിടാമെന്ന വിഷയത്തിൽ ഡെമോൺസ്ട്രേഷൻ അവതരിപ്പിച്ചു. എല്ലാ മത്സ്യബന്ധന യാനങ്ങളിലും ജീവൻ രക്ഷാ ഉപകരണങ്ങൾ നിർബന്ധമായും ഉപയോഗിക്കാൻ നിർദ്ദേശിച്ചു. കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ എല്ലാ മത്സ്യബന്ധന തൊഴിലാളികളും കൃത്യമായി മനസ്സിലാക്കണമെന്നും പാലിക്കണമെന്നും അറിയിച്ചു. എല്ലാ മത്സ്യബന്ധന യാനങ്ങളിലും ജീവൻ രക്ഷാ ഉപകരണങ്ങൾ നിർബന്ധമായും ഉപയോഗിക്കാൻ നിർദ്ദേശിച്ചു. ഇത് യാന ഉടമകൾ ഉറപ്പാക്കണം. എല്ലാ മത്സ്യത്തൊഴിലാളികളും ആധാർ കാർഡ് കൈവശം സൂക്ഷിക്കണമെന്നും വ്യക്തമാക്കി. കടൽ മാർഗത്തിലൂടെയുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടനെ ബന്ധപ്പെട്ട അധികൃതരെ അറിയിക്കണമെന്ന് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് സർജൻ ലഫ്റ്റനന്റ് ഓഫീസർ സഞ്ജു ജേസൺ രാജു ക്ലാസ് ഉദ്ഘാടനം നിർവഹിച്ച് പറഞ്ഞു. സുസ്ഥിര മത്സ്യബന്ധന രീതികൾ സംബന്ധിച്ച് ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ MF പോൾ സംസാരിച്ചു. കാലാവസ്ഥാ വ്യതിയാനങ്ങളെ എങ്ങനെ നേരിടണം എന്ന വിഷയത്തിൽ കോസ്റ്റ് ഗാർഡ് അസിസ്റ്റന്റ് കമാൻഡന്റ് ഗൗരവ് ലോഹിയ ക്ലാസ് എടുത്തു. പ്രധാന നായകന്മാരായ R ഭഗത്, ശ്രീകാന്ത്, ജിതേന്ദ്ര പരീഖ്, ഫിഷറീസ് സ്റ്റേഷൻ ഫിഷറീസ് ഓഫീസർ സഹന ഡോൺ, മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിംഗിലെ VM ഷൈബു, VN പ്രശാന്ത് കുമാർ എന്നിവർ നേതൃത്വം നൽകി. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ.
മാള സബ് രജിസ്ട്രാർ ഓഫീസിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു. മാള വടമ സിവിൽ സ്റ്റേഷൻ കോംപ്ലക്സിൽ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം നിർവഹിച്ചു. VR സുനിൽകുമാർ MLA അധ്യക്ഷത വഹിച്ചു. 7 വില്ലേജുകളാണ് ഈ ഓഫീസിന്റെ പരിധിയിൽ വരുന്നത്. 1915 ആഗസ്റ്റ് 17-നാണ് മാള സബ് രജിസ്ട്രാർ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത്. 110 വർഷം പഴക്കമുള്ള സബ് രജിസ്ട്രാർ ഓഫീസിൽ രജിസ്ട്രാർ അടക്കം 9 ജീവനക്കാരാണ് ജോലി ചെയ്യുന്നത്. മാള പഞ്ചായത്തിൽ വടമ വില്ലേജിൽ വടമ എന്ന സ്ഥലത്താണ് 30 സെന്റ് സ്ഥലത്ത് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്. 100 കണക്കിന് ആളുകളാണ് വിവിധ സേവനങ്ങൾക്കായി ഓഫീസിൽ വന്നു പോകുന്നത്. നിലവിൽ മാള, പുത്തഞ്ചിറ, പൊയ്യ പഞ്ചായത്തുകളിൽ ഉൾപ്പെട്ട വടമ, വടക്കുംഭാഗം, അണ്ണല്ലൂർ, പുത്തഞ്ചിറ, പള്ളിപ്പുറം, പൊയ്യ, മടത്തുംപടി എന്നീ 7 വില്ലേജുകളാണ് ഈ ഓഫീസിന്റെ പരിധിയിൽ വരുന്നത്. വർഷം ശരാശരി 2000 ആധാരങ്ങൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നുണ്ട്. കൂടാതെ പ്രതിവർഷം 9000 കുടിക്കട സർട്ടിഫിക്കറ്റുകളും 2000 ആധാര പകർപ്പുകളും ലഭ്യമാക്കുന്നു. വിവിധ ബാങ്കുകളിൽ നിന്നുമായി വർഷം ശരാശരി 2000 പണയാധാരങ്ങളും ഫയൽ ചെയ്യപ്പെടുന്നുണ്ട്. KSFE ചിട്ടി സ്ഥാപനങ്ങൾ എന്നിവ വർഷം ശരാശരി 100 ചിട്ടികളും അതുമായി ബന്ധപ്പെട്ട രേഖകളും ഈ ഓഫീസിൽ ഫയൽ ചെയ്യപ്പെടുന്നുണ്ട്. പ്രത്യേക വിവാഹ നിയമപ്രകാരമുള്ള ശരാശരി 20 വിവാഹങ്ങൾ പ്രതിവർഷം രജിസ്റ്റർ ചെയ്യപ്പെടുന്നുണ്ട്. മുദ്ര ഇനത്തിലും ഫീസ് ഇനത്തിലും മറ്റുമായി ശരാശരി വാർഷിക വരുമാനം 9 കോടി രൂപ മാള സബ് രജിസ്ട്രാർ ഓഫീസ് മുഖേന സർക്കാരിലേക്ക് ലഭിക്കുന്നുണ്ട്. ഉദ്ഘാടന സമ്മേളനത്തിൽ മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ ഷാൻഡി, മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു, പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോമി ബേബി, ജില്ലാ പഞ്ചായത്ത് അംഗം ശോഭന ഗോകുൽനാഥ്, മാള പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TP രവീന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഗീതാ ചന്ദ്രൻ, വാർഡ് മെമ്പർ ഉഷ ബാലൻ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഡിപ്പാർട്ട്മെന്റ് ഫണ്ട് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1,10,80,000 രൂപ വകയിരുത്തിയാണ് ഗ്രൗണ്ട് ഫ്ലോർ 20,144 സ്ക്വയർ മീറ്ററും ഫസ്റ്റ് ഫ്ലോർ 129.16 സ്ക്വയർ മീറ്ററും 330.60 ചതുരശ്ര മീറ്റർ വിസ്തീർണത്തിൽ 2 നിലകളിലായിട്ടാണ് മാള സബ് രജിസ്ട്രാർ ഓഫീസ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. മീഡിയ ടൈം, മാള. ചാലക്കുടി പാർലമെന്റ് മണ്ഡലത്തിൽപ്പെട്ട അതിരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ മലക്കപ്പാറ ഗിരിവർഗ കോളനി നിവാസികൾക്കും തോട്ടം തൊഴിലാളികൾക്കും ഓണക്കിറ്റ് സമ്മാനിച്ച് ബെന്നി ബെഹനാൻ MPയും സനീഷ് കുമാർ MLAയും. നെസ്ലെ ഇന്റർനാഷണലിന്റെ സഹകരണത്തോടെ വിവിധ ഭക്ഷ്യധാന്യങ്ങളും പല വ്യഞ്ജനങ്ങളും അടങ്ങിയ ഭക്ഷ്യക്കിറ്റാണ് ഓണസമ്മാനമായി നൽകിയത്. മലക്കപ്പാറ വനമേഖലയിൽ പെരുമ്പാറ, ലയൻസ്, മയിലാടുംപാറ, നടുപ്പരപ്പ്, അടിച്ചിൽ തൊട്ടി, അപ്പർ ഡിവിഷൻ മറ്റു മലക്കപ്പാറയിലെ തോട്ടം തൊഴിലാളികൾക്കുമാണ് കിറ്റുകൾ വിതരണം ചെയ്തത്. മലക്കപ്പാറ കമ്മ്യൂണിറ്റി ഹാളിലും അതുപോലെ അടിച്ചിൽ തൊട്ടിയിലെ വീടുകളിലും പെരുമ്പാറയിലും MPയും MLAയും അടങ്ങിയ സംഘം നേരിട്ടെത്തിയാണ് കിറ്റുകൾ വിതരണം ചെയ്തത്. 16 കിലോ വരുന്ന 800 കിറ്റുകളാണ് വിതരണം ചെയ്തത്. നെസ്ലെ ഇന്ത്യ കേരള ഹെഡ് ജോയ് സക്രിയ, ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു, വാർഡ് മെമ്പർ മുത്തു, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി അച്ചായൻ, മെമ്പർ ശാന്തി, മറ്റു പൊതുപ്രവർത്തകരായ ജോർജ്, യൂത്ത് കോൺഗ്രസ്, യൂത്ത് കെയർ ടീമും പങ്കെടുത്തു. മീഡിയ ടൈം, ചാലക്കുടി. ഓണത്തിന് തുമ്പപ്പൂത്തോട്ടം ഒരുക്കിയിരിക്കുകയാണ് സാംസ്കാരിക സംഘടനയായ കുഴുക്കാട്ടുശ്ശേരിയിലെ ഗ്രാമിക. താനെ മുളയ്ക്കുന്നവയെ പറിച്ചു കളയാതെ സംരക്ഷിക്കുകയാണ് ഗ്രാമിക. തൈകൾ നനച്ച് പരിപാലിച്ച് നിർത്തിയതിനാൽ നിന്നാണ് ഇപ്പോൾ മുറ്റം നിറയെ തുമ്പകൾ നിറഞ്ഞു നിൽക്കുന്നത്. പണ്ടുകാലങ്ങളിൽ വയൽവരമ്പുകളിലും പറമ്പുകളിലും സുലഭമായിരുന്ന തുമ്പച്ചെടി ഇപ്പോൾ എവിടെയും കാണാറില്ല. എന്നാൽ തുമ്പച്ചെടികളുടെ ഒരു വൻനിര തന്നെ കുഴിക്കാട്ടുശ്ശേരി ഗ്രാമികയുടെ മുറ്റത്ത് പൂത്തുലഞ്ഞു നിൽക്കുന്നത് ഏതൊരു മലയാളിയുടെയും മനസ്സിൽ ഗൃഹാതുരത ഉണർത്തും. നട്ടുവളർത്തുന്നതല്ല, താനെ മുളയ്ക്കുന്നവയെ പറിച്ചു കളയാതെ സംരക്ഷിക്കുകയാണ് ഗ്രാമിക. 5-6 വർഷം മുമ്പ് നാട്ടുപൂക്കള മത്സരത്തിന് കുട്ടികൾ കൊണ്ടുവന്ന തുമ്പപ്പൂക്കളുടെ വിത്തുകൾ മുളച്ചുണ്ടായ വിരലിലെണ്ണാവുന്ന തൈകൾ നനച്ച് പരിപാലിച്ച് നിർത്തിയതിൽ നിന്നാണ് ഇപ്പോൾ മുറ്റം നിറയെ തുമ്പകൾ നിറഞ്ഞു നിൽക്കുന്നത്. മുൻവശത്തെ വഴിയരികിൽ വിവിധ വർണ്ണങ്ങളിലുള്ള രാജമല്ലികളും പവിഴമല്ലിയും അശോകമല്ലിയും മന്ദാരവും പൂത്തുനിൽപ്പുണ്ട്. 20 വർഷങ്ങൾക്ക് മുൻപ് ഗ്രാമിക തുടങ്ങിവെച്ച നാട്ടുപൂക്കള മത്സരം ഇന്ന് സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിലേക്ക് വ്യാപിച്ചിരിക്കുന്നു. കമ്പോളങ്ങളിൽ നിന്നുള്ള പൂക്കൾ തീർത്തും ഒഴിവാക്കി നാട്ടുപൂക്കൾ മാത്രം ഉപയോഗിച്ചാണ് ഗ്രാമികയിൽ കളമൊരുക്കുന്നത്. ഗ്രാമികയിൽ ഈ വർഷത്തെ നാട്ടുപൂക്കള മത്സരം സെപ്റ്റംബർ 18-നാണ്. മീഡിയ ടൈം, മാള.
അന്നനാട് ശ്രീ മുത്തപ്പൻകാവ് ചുടല ഭദ്രകാളി ക്ഷേത്രത്തിൽ നടന്ന അഖില കേരള വനിതാ കൈക്കൊട്ടിക്കളി മത്സരം ആവേശമായി. കാടുകുറ്റി പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസി ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു. സമാപന സമ്മേളനത്തിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PC അയ്യപ്പൻ സമ്മാനദാനം നിർവഹിച്ചു. ഇപ്പോഴത്തെ പുതിയ തരംഗമായി മാറിക്കൊണ്ടിരിക്കുന്ന വനിതകളുടെ കൈകൊട്ടിക്കളി കാണുവാൻ ശക്തമായ മഴയത്തും വൻ തിരക്കായിരുന്നു. വാശിയേറിയ മത്സരത്തിൽ ന്യൂ ആതിര നിലാവ് ആലത്തൂർ മാള ടീം 1ാം സമ്മാനം നേടി. ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ ആദ്യമായി മത്സരത്തിനിറങ്ങിയ അടിച്ചിലി സൗപർണിക ടീം 2ാം സ്ഥാനവും ശിവ കാർത്തികേയ കലാക്ഷേത്രം പറവൂർ 3ാം സ്ഥാനവും നേടി. 13 ടീമുകൾ പങ്കെടുത്ത മത്സരം ഉച്ചതിരിഞ്ഞ് 2 മണിക്ക് ആരംഭിച്ച് രാത്രി 10 മണിയോടെയാണ് സമാപിച്ചത്. ഒരു ടീമിന് 2 പാട്ടുകളായിരുന്നു ഉണ്ടായിരുന്നത്. നാടൻ പാട്ടുകൾ റെക്കോർഡ് ചെയ്തിട്ടായിരുന്നു മത്സരം. പ്രമുഖ ടീമുകളായ മത്സര വിജയികൾക്ക് പുറമെ അലങ്കൃത തുമ്പൂർ, ശ്രീദേവയാനി വലിയപറമ്പ്, കൃഷ്ണ പുല്ലൂർ, പൂവത്തിങ്കലമ്മ രൗദ്രനാട്യം പാറക്കടവ്, നീലാംബരി എരവത്തൂർ, കൃഷ്ണകൃപ പെരിഞ്ഞനം, ഓണനിലവ് UK ടീം, എട്ടുപാറ വയൽക്കര, ശിവമൗലി തൃപ്പേക്കുളം, മിഥില കടുപ്പുശ്ശേരി തുടങ്ങിയവയായിരുന്നു മറ്റു ടീമുകൾ. ഏകദേശം അരമണിക്കൂറിനടുത്ത് വരുന്ന സമയമുള്ള ഒരു കളിയിൽ കാണികളെ ആവേശം കൊള്ളിക്കുന്ന ചുവടുകളോടെ ഹിറ്റ് നാടൻ പാട്ടുകളും ഓണക്കളി പാട്ടുകളുമായിരുന്നു കളിക്കായി ഉപയോഗിച്ചിരുന്നത്. കാടുകുറ്റി പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസി ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു. സമാപന സമ്മേളനത്തിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PC അയ്യപ്പൻ സമ്മാനദാനം നിർവഹിച്ചു. 1ാം സമ്മാനക്കാർക്ക് 30,000 രൂപയും PC അപ്പു മെമ്മോറിയൽ എവറോളിംഗ് ട്രോഫിയും, 2ാം സ്ഥാനക്കാർക്ക് 20,000 രൂപയും ഇരിങ്ങാലക്കുട രാജാമി മെമ്മോറിയൽ ട്രോഫിയും, 3ാം സ്ഥാനക്കാർക്ക് 15,000 രൂപയും അന്നനാട് ശ്രീ മുത്തപ്പൻകാവ് ചുടല ഭദ്രകാളി ക്ഷേത്രം വക ട്രോഫിയുമാണ് നൽകിയത്. മീഡിയ ടൈം, കാടുകുറ്റി. വൃദ്ധസദനത്തിലെ കുടിവെള്ളം മുടക്കി വാട്ടർ അതോറിറ്റി. കൊടുങ്ങല്ലൂരിലെ ആശ്രയം അഗതി മന്ദിരത്തിലെ കുടിവെള്ള കണക്ഷനാണ് വാട്ടർ അതോറിറ്റി മുന്നറിയിപ്പില്ലാതെ വിച്ഛേദിച്ചത്. അഗതി മന്ദിരത്തിലെ ഏക ശുദ്ധജല സ്രോതസ്സാണ് വാട്ടർ അതോറിറ്റി അധികൃതർ തടഞ്ഞത്. കൊടുങ്ങല്ലൂർ പടിഞ്ഞാറ് നടയിലെ വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന അഗതി മന്ദിരത്തിലെ കുടിവെള്ള കണക്ഷന്റെ ബിൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ലഭിക്കാറില്ലെന്ന് അഗതി മന്ദിരം നടത്തിപ്പുകാർ പറയുന്നു. പലതവണ വാട്ടർ അതോറിറ്റി ഓഫീസുമായി ബന്ധപ്പെട്ടുവെങ്കിലും ഫലമുണ്ടായില്ല. തിങ്കളാഴ്ച വൈകിട്ട് മുന്നറിയിപ്പില്ലാതെ എത്തിയ ഉദ്യോഗസ്ഥർ വാട്ടർ കണക്ഷൻ വിച്ഛേദിക്കുകയായിരുന്നു. ബില്ലോ മുൻകൂർ നോട്ടീസോ നൽകാതെയാണ് വാട്ടർ അതോറിറ്റി കുടിവെള്ള കണക്ഷൻ വിച്ഛേദിച്ചതെന്ന് അഗതി മന്ദിരം കെയർടേക്കർ ശൂന്യ പറഞ്ഞു. ഇവിടെ നമുക്ക് കുടിവെള്ളം കോർപ്പറേഷൻ്റെ വെള്ളമാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇന്നലെ പെട്ടെന്ന് അവർ വന്നിട്ട് 14,000 രൂപ അടയ്ക്കണം എന്നിട്ട് പെട്ടെന്ന് ഒരു മുന്നറിയിപ്പില്ലാതെ വന്ന് അത് വെള്ളം കട്ട് ചെയ്ത് കൊണ്ടുപോവാണ് ചെയ്തത്. 10-30 പേരടങ്ങുന്ന 4 കാലുകളുണ്ട്, നടക്കാൻ പറ്റാത്തവർ, മനോരോഗമുള്ളവർ, പ്രായാധിക്യം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ് ഇവിടെയുള്ള എല്ലാ അച്ഛനമ്മമാരും. അത് പോലീസും സാമിഷ്യം OP-ന്നും MLA ഒക്കെ കൊണ്ടാക്കുന്ന ആൾക്കാരാണ്. ശരിക്കും അർഹതപ്പെട്ട അച്ഛനമ്മമാരാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഒരു മുന്നറിയിപ്പില്ലാതെ വെള്ളം പെട്ടെന്ന്, അപ്പോൾ അവരോട് ഞാൻ സംസാരിച്ചു, ഇത് അഗതി മന്ദിരമല്ല, ഇത്രയും പേരുണ്ടല്ലോ, അവരെ കുടിവെള്ളം എന്ത് ചെയ്യും? ഞങ്ങൾക്ക് അലക്കാനും കുളിക്കാനൊക്കെ വെള്ളമുണ്ട്, പക്ഷേ കുടിവെള്ളത്തിൻ്റെ ഒരു കാര്യം വളരെ ബുദ്ധിമുട്ടാണ്. എന്നാൽ 11 മണി മുതൽ ഈ സമയം വരെ വെള്ളമില്ല. ഞങ്ങൾ പുറത്തുനിന്ന് കളക്ട് ചെയ്തിട്ടാണ് അവർക്ക് കുടിക്കാനൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. അതിൻ്റെ എന്തെങ്കിലും നീക്കുപോക്ക് ഉണ്ടാക്കി തരണം എന്നാണ്. 15 സ്ത്രീകൾ ഉൾപ്പെടെ 25 അന്തേവാസികളുള്ള ആശ്രയം അഗതി മന്ദിരത്തിലെ ഏക ശുദ്ധജല സ്രോതസ്സാണ് വാട്ടർ അതോറിറ്റി അധികൃതർ തടഞ്ഞത്. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. ഇനി നാട്ടിൽ നടന്നത്. തുമ്പൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ ഓണവിപണിയുടെ ഉദ്ഘാടനം തുമ്പൂർ ഹെഡ് ഓഫീസ് പരിസരത്ത് ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ ഉണ്ണികൃഷ്ണൻ നിർവഹിച്ചു. പട്ടേപ്പാടം ബ്രാഞ്ച് ഓഫീസ് പരിസരത്ത് ഉദ്ഘാടനം വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ യൂസഫ് കൊടകരപ്പറമ്പിൽ നിർവഹിച്ചു. സഹകരണ ബാങ്കിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി കൺവീനർ TS സജീവൻ, അംഗങ്ങളായ സുരേഷ് മണപ്പറമ്പിൽ, ലിജോ ലൂവിസ് പുല്ലൂക്കര, സെക്രട്ടറി മനോജ് എന്നിവർ പ്രസംഗിച്ചു. സർവമത സമ്മേളനത്തിന്റെ 100ാം വാർഷികത്തിന്റെ ഭാഗമായി പുരോഗമന കലാസാഹിത്യ സംഘം മാള ഏരിയ കമ്മിറ്റി സാംസ്കാരിക സമ്മേളനം സംഘടിപ്പിച്ചു. മാള ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന സമ്മേളനം സുനിൽ P. ഇളയടം ഉദ്ഘാടനം ചെയ്തു.
പരന് പരമ്പരിതാപമേകിടുന്നു, എരിനരകാബ്ധിയിൽ വീണിരുന്നിരുന്നു. നരനൊരു ആത്മാവിനോട് ചേർന്ന് ജീവിക്കുന്നവരാണ് എന്നതിന് കൊടുക്കുന്നൊരു നിർവചനം. ധ്യാനിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരും ബ്രഹ്മത്തിൽ ജീവിക്കുന്നവരും അല്ല പറയും. വളരെ സിമ്പിളായിട്ടാണ്. ഒരുവന് നല്ലതും അന്യന് അല്ലലും ചേർപ്പൊരു തൊഴിൽ ആത്മവിരോധം. എനിക്ക് നല്ലതായിരിക്കുന്ന ഒരു ചിന്ത, എനിക്ക് നല്ലതായിരിക്കുന്ന ഒരു വാക്ക്, എനിക്ക് നല്ലതായിരിക്കുന്ന ഒരു പ്രവൃത്തി ഏതെങ്കിലും അർത്ഥത്തിൽ നമ്മളോട് ചേർന്നിരിക്കുന്നവർക്ക് വിഷമമുണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ആത്മവിരോധമായ കാര്യം എന്ന് പറയുന്നത്. അല്ലാതെ ദൈവത്തിൽ വിശ്വസിക്കുന്നതോ അവിശ്വസിക്കുന്നതോ ഒന്നുമല്ല. CPIM മാള ഏരിയ സെക്രട്ടറി TK സന്തോഷ് അധ്യക്ഷത വഹിച്ചു. സർവമത സമ്മേളനത്തിന്റെ കാലിക പ്രസക്തി എന്ന വിഷയത്തിൽ പ്രഭാഷണങ്ങൾ നടന്നു. ഷൗക്കത്ത് മുഖ്യ പ്രഭാഷണം നടത്തി. അഡ്വക്കേറ്റ് VD പ്രേംപ്രസാദ്, M രാജേഷ്, മുരളി, അഡ്വക്കേറ്റ് ജയരാമൻ, രമ രാഘവൻ, ഷിബ ഗിരീശൻ, PK കിട്ടൻ, NC പോൾ തുടങ്ങിയവർ സംസാരിച്ചു. യുവാവിനെ വീട്ടിൽ കയറി ആക്രമിച്ച കേസിലെ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. മതിലകം കൂളിമുട്ടം ഭജനമഠം സ്വദേശി കൂരാമ്പുറത്ത് വീട്ടിൽ അഖിലിനെയാണ് മതിലകം പോലീസ് ഇൻസ്പെക്ടർ MK ഷാജിയും സംഘവും അറസ്റ്റ് ചെയ്തത്. ഞായറാഴ്ചയാണ് ഭജനമഠം സ്വദേശി ഇളയാംപുരക്കിൽ പ്രദീപിനെ അഖിലും മറ്റൊരാളും ചേർന്ന് വീട്ടിൽ കയറി ആക്രമിച്ചത്. മുൻ വൈരാഗ്യമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് പോലീസ് പറഞ്ഞു. വധശ്രമത്തിന് കേസെടുത്ത് അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു. യുവതിയുടെ ലൈംഗിക അതിക്രമം കാട്ടിയ 63കാരനെ മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തു. ശ്രീനാരായണപുരം ആമണ്ടൂർ സ്വദേശി വലിയകത്ത് അമ്പലക്കുളത്ത് വീട്ടിൽ സിദ്ദിഖിനെയാണ് മതിലകം പോലീസ് ഇൻസ്പെക്ടർ MK ഷാജിയും സംഘവും അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. സ്ത്രീയുടെ പരാതിയിൽ പോലീസ് കേസെടുത്ത് അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു. ഒല്ലൂരിൽ കഞ്ചാവുമായി 3 പേർ അറസ്റ്റിൽ. ഒല്ലൂർ പെരുവാംകുളങ്ങര പുളിക്കത്തറ വിവേക്, കൊല്ലം പാരപ്പള്ളി സ്വദേശികളായ സമിത് മോൻ, ശശിധരൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് ഒല്ലൂരിലെ ഹോട്ടലിൽ കാർ പാർക്കിംഗ് ഏരിയയിൽ നിന്നാണ് ഇവരെ പിടികൂടിയത്. രഹസ്യവിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് 3 പേരും പിടിയിലായത്. ഇവരിൽ നിന്ന് 6 കിലോ കഞ്ചാവ് കണ്ടെടുത്തു. കളമശ്ശേരി കാർഷികോത്സവം തുടങ്ങി. കാർഷികോത്സവത്തിൽ വൈവിധ്യങ്ങളുടെ ഫുഡ് കോർട്ട് ഒരുക്കിയിട്ടുണ്ട്. 5 സ്റ്റാർ ഹോട്ടലുകളുടെ വിഭവങ്ങൾ സാധാരണ നിരക്കിൽ നൽകുന്നു. കാർഷിക ഉൽപ്പന്നോപകരണങ്ങളുടെ പ്രദർശനങ്ങൾ, വിപണനമേള, ലേലത്തറ, പരമ്പരാഗത തൊഴിൽ പരിചയങ്ങൾ, അട്ടപ്പാടി ഗോത്ര വിഭാഗത്തിലെ രാമശ്ശേരി ഇഡ്ഡലി, കുടുംബശ്രീ വിഭവങ്ങൾ, കൂവ, കൂൺ, ചെറുധാന്യ ഉൽപ്പന്ന വിഭവങ്ങൾ, മുളയിൽ തീർത്ത ഉൽപ്പന്നങ്ങൾ, കൈത്തറി വസ്ത്രങ്ങൾ, പൊക്കളിയരിയും ഉൽപ്പന്നങ്ങളുമെല്ലാം ഇവിടെ നിന്ന് ലഭിക്കും. ദിവസവും വിവിധ കലാപരിപാടികളുമുണ്ട്. കാർഷികോത്സവം 13-ന് സമാപിക്കും. ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഹോമിയോപാത്സ് കേരള കൊടുങ്ങല്ലൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ ലാബിന്റെ സഹകരണത്തോടെ ജീവിതശൈലി രോഗം മെഡിക്കൽ ക്യാമ്പ് തണൽ സംഘടിപ്പിച്ചു. കൗൺസിലർമാർ, ജീവനക്കാർ, മാധ്യമപ്രവർത്തകർ എന്നിവർക്കായി സംഘടിപ്പിച്ച ക്യാമ്പ് നഗരസഭ ചെയർപേഴ്സൺ TK ഗീത ഉദ്ഘാടനം ചെയ്തു. IHK യൂണിറ്റ് പ്രസിഡന്റ് ഡോക്ടർ OG വിനോദ് അധ്യക്ഷത വഹിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൊടകര മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകനുള്ള സംസ്ഥാന PTA അവാർഡ് നേടിയ KA വർഗീസിന് സ്വീകരണം നൽകി. സ്വീകരണ സമ്മേളനം KPCC മെമ്പർ ഷോൺ പല്ലിശ്ശേരി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് VM ആന്റണി അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ MK ഷൈൻ, ജോയ് ചെമ്പകശ്ശേരി, സദാശിവൻ കുറുവത്ത്, രഞ്ജിത്ത് കൈപ്പിള്ളി, വിനയൻ തോട്ടാപ്പിള്ളി, മിനി ദാസൻ, പ്രമീല ഗിരീശൻ, ജോസ്, കൊച്ചേക്കാടൻ റാഫേൽ, സൈമൺ എന്നിവർ പ്രസംഗിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കൊടുങ്ങല്ലൂർ താലൂക്ക് മണൽവാറിൽ വിപണന സഹകരണ സംഘത്തിലെ ക്രമക്കേട്. ഡയറക്ടർമാരിൽ നിന്ന് 29,68,316 രൂപ 98 പൈസ ഈടാക്കാൻ ഉത്തരവ്. വരന്തരപ്പള്ളി കുട്ടോലിപ്പാടത്ത് കുടിവെള്ള പൈപ്പ് പൊട്ടി റോഡിൽ ഗർത്തം രൂപപ്പെട്ടു. റോഡ് ഇടിഞ്ഞത് ഒരു സ്കൂൾ ബസ് കടന്നുപോയതിന് തൊട്ടു പിന്നാലെ. വൃദ്ധസദനത്തിലെ കുടിവെള്ളം മുടക്കി വാട്ടർ അതോറിറ്റി. കൊടുങ്ങല്ലൂരിലെ ആശ്രയം അഗതി മന്ദിരത്തിലെ കുടിവെള്ള കണക്ഷനാണ് വാട്ടർ അതോറിറ്റി മുന്നറിയിപ്പില്ലാതെ വിച്ഛേദിച്ചത്.
ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.